നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളായി താമസിച്ചു വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കണ്ണൂർ കണ്ടോൺമെന്റ് അധികൃതരുടെ നീക്കം പ്രതിഷേധാർഹമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ടോൺമെന്റ് ബോർഡ് പിരിച്ചുവിട്ട സാഹചര്യത്തിൽ നിലവിലുള്ള രേഖകൾ അനുസരിച്ച് ഭൂപ്രദേശം തങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ യാതൊരു രേഖയും കണ്ടോൺമെന്റിന്റെ കൈവശമില്ല. പിന്നെങ്ങനെയാണ് വർഷങ്ങളായി താമസിച്ചു വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയെന്നും ജയരാജൻ ചോദിച്ചു. വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. കണ്ടോൺമെന്റ് പരിധിയിൽ 78 വർഷത്തിലേറെ കാലമായി താമസിക്കുന്ന വീട്ടു നമ്പറും റേഷൻ കാർഡും തുടങ്ങി എല്ലാ രേഖകളുമുള്ള K. ഹരി, ഷെരീഫ്, ഹുസൈൻ എന്നീ കുടുംബങ്ങൾക്കാണ് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് കണ്ടോൺമെന്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കണ്ടോൺമെന്റിന് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഇല്ല. DSC കമാൻഡന്റാണ് ഭരണം നിർവഹിക്കുന്നത്. കണ്ടോൺമെന്റ് ബോർഡ് പിരിച്ചുവിടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പട്ടാളക്കാരുടെ ഓഫീസും മറ്റു കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒഴികെയുള്ള ഭൂപ്രദേശം ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെ സമീപത്താണോ കണ്ടോൺമെന്റ് പ്രദേശം അവർക്ക് വിട്ടുകൊടുക്കാൻ 2023 കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ താമസിക്കുന്ന വീടുകളടക്കമുള്ള പ്രദേശങ്ങളും പൊതു ഇടങ്ങളും കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഇങ്ങനെയൊരു നോട്ടീസ് ഇപ്പോൾ കൊടുത്തതിൽ നിയമത്തിന്റെ യാതൊരു പിൻബലവുമില്ലെന്നും ജയരാജൻ പറഞ്ഞു. കണ്ടോൺമെന്റ് അധികൃതർ ഈ നോട്ടീസ് പിൻവലിക്കുകയും വർഷങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരെ സംരക്ഷിക്കുകയുമാണ് വേണ്ടത്. ഈ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുണ്ട്, വീട്ടിന് നമ്പറുണ്ട്, വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഈ വീട്ടിൻ്റെ നമ്പർ വെച്ചിട്ടാണ്. ഇങ്ങനെയെല്ലാം നിയമപരമായി എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അതുകൊണ്ട് തികച്ചും നിയമവിരുദ്ധമാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് അധികൃതർ ഇറക്കിയ നോട്ടീസ്. മാത്രവുമല്ല, റവന്യൂ അധികൃതർ ഭൂപ്രദേശങ്ങൾ റീസർവേ നടത്തി സ്ഥലം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് വേണ്ടി DSCക്കും കണ്ടോൺമെന്റ് അധികൃതർക്കും നോട്ടീസ് കൊടുത്തപ്പോൾ യാതൊരു രേഖകളും തങ്ങളുടെ കയ്യിലില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. നിലവിലുള്ള രേഖകൾ അനുസരിച്ച് ഭൂപ്രദേശം തങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ യാതൊരു രേഖയും കണ്ടോൺമെന്റിന് അവകാശമില്ല. പുറമ്പോക്ക് ഭൂമിയുണ്ടെങ്കിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണെന്നാണ് നിയമം. പിന്നെ എങ്ങനെയാണ് വർഷങ്ങളായി താമസിച്ചു വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക? ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും വർഷങ്ങളായി കണ്ടോൺമെന്റ് പരിധിയിൽ താമസിക്കുന്ന ബോർഡ് പിരിച്ചുവിട്ടതിനാൽ ഭൂപ്രദേശം കോർപ്പറേഷനിലേക്ക് മാറ്റാനിരിക്കുന്ന സമയത്തുള്ള നിയമവിരുദ്ധമായ നോട്ടീസ് കണ്ടോൺമെന്റ് അധികൃതർ പിൻവലിക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു.